ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലോഗോ വന്നിരിക്കുകയാണ്. ഈ വർഷം ബിഗ് ബോസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ഒരു ലോഗോ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കൊള്ളാം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോഗോ തന്നെയാണ്. എല്ലായ്പ്പോഴും എന്നതുപോലെ ലോഗോയുടെ തീമിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ആകെയുള്ളൊരു വ്യത്യാസം ഇത്തവണ രണ്ട് വശങ്ങളിലും 7 എന്ന് എഴുതിയിട്ടുണ്ട്. തലതിരിച്ച് നോക്കിയാലും നമുക്കൊരു 7 കാണാം, നേരെ നോക്കിയാലും ഒരു 7 കാണാം. അത് വളരെ രസകരമായിട്ട് കണ്ണിൻ്റെ ബോർഡർ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സോ അത് കൊള്ളാം, നല്ലൊരു ലോഗോയൊക്കെയാണ് വന്നിരിക്കുന്നത്. മധ്യഭാഗത്തായിട്ടാണ് പതിവ് പോലെ തന്നെ ആ ഒരു ബിഗ് ബോസിന്റെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ആ കണ്ണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കണ്ണുകൾ ഒരിക്കലും അടയുന്നതല്ല, ഇത് എപ്പോഴും തുറന്നിരിക്കുന്ന കണ്ണുകളാണ്. അതായത് ബിഗ് ബോസിലെ 24/7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളാണ്. ഇതൊരിക്കലും അടയില്ല. അതോടൊപ്പം തന്നെ ഇതിലൊരു ഗോൾഡ് അതുപോലെ ബ്രോൺസ് കളേഴ്സിൻ്റെ ഒക്കെ ഒരു പ്ലാറ്റിംഗ് രൂപത്തിലൊക്കെ കുറേ ഡിസൈൻ എലമെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു ലക്ഷറി പ്രീമിയം ഫീലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അതോടൊപ്പം തന്നെ വിഷ്വലി വളരെ റിച്ച് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ലോഗോയും മറ്റു പല ഭാഷകളിലെ ലോഗോയുമായിട്ടൊക്കെ ഇതിന് ചില സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം ഇത് വ്യത്യസ്തമല്ലല്ലോ. ഈ ബിഗ് ബോസിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ലോഗോ എന്ന് പറയുന്ന കണ്ണ്, അത് തീർച്ചയായിട്ടും എല്ലായിടത്തും പ്രതിഫലിച്ച് കാണാൻ പറ്റുന്ന ഒന്നാണ്. വളരെ ബോൾഡായിട്ടുള്ള ബ്ലോക്കി ആയിട്ടുള്ള ഒരു 3D ഗോൾഡ് കളേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ലോഗോ ആയിട്ടൊക്കെ നമുക്ക് തോന്നും ചില സമയത്ത്. പതിവ് പോലെ തന്നെ ലോഗോയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, കണ്ടസ്റ്റൻസ് ചിലപ്പോൾ വിചാരിക്കും അവർ സ്വതന്ത്രരാണെന്ന്. പക്ഷേ സിസ്റ്റം, അതായത് ബിഗ് ബോസ് ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലോഗോയിലെയും അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് തോന്നുന്നു. ഇതിനകത്തുള്ള ഒരു ഗോൾഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് അത് ലക്ഷറിയുടെ ഒരു സിമ്പൽ മാത്രമല്ല, ഒരേ സമയത്ത് സ്വർണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സമ്മാനവുമാണ്, ഒരു ട്രാപ്പുമാണ്. എന്ന് വെച്ചാൽ മനുഷ്യനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. സ്വർണം നമുക്ക് എത്ര കിട്ടിയാലും, അല്ലെങ്കിൽ ധനം എന്നത് എത്ര കിട്ടിയാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ആ ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യാം. പക്ഷേ അത് പലപ്പോഴും നമുക്ക് സമ്മാനമായും ധനം കിട്ടാം. ഈ ധനത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടിടുകയും ചെയ്യാം. സോ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും കാലത്തെ നമ്മൾ കണ്ട് പരിചയിച്ചനുസരിച്ച് ഒരു 50-50 ചാൻസ് കിട്ടുന്ന ഒന്നാണ്. ചിലർക്കിത് സമ്മാനങ്ങൾ നൽകുന്നതാണെങ്കിൽ ചിലർക്കിത് ഒരു കെണി തന്നെയായിരിക്കും, ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്നതുമായിരിക്കും. എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഈ ഒരു ലോഗോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടനില്ലാതെ മലയാളം ബിഗ് ബോസ് ഇല്ല എന്ന ഒരു സന്ദേശം കൂടി അത് നൽകുന്നുണ്ട്. ലാലേട്ടനില്ലാത്തൊരു ബിഗ് ബോസ് മലയാളത്തിൽ നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഈ ഒരു ഷോ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു സൂപ്പർ ഹിറ്റാക്കി മാറ്റിയതിൽ മലയാളത്തിൻ്റെ മഹാനടൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ്. അദ്ദേഹം ഇപ്പോൾ മെഗാ ഹിറ്റുകൾ അടിച്ച് നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ 2 സിനിമകളാണ് കൊമേഴ്ഷ്യലി വൻ ഹിറ്റായത്. അതിൽ തുടരുമെന്ന് പറയുന്ന മൂവി വൻ ഹിറ്റായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ വൻ റെക്കോർഡുകളൊക്കെ നേടിക്കൊണ്ട് 200 കോടി നേടുക മാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് എമ്പുരാൻ മാറുന്നു. ഇപ്പോഴത്തെ കളക്ഷൻ ബേസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ 3ാമത്തെ കളക്ഷൻ നേടിയ സിനിമയും തുടരുമെന്ന സിനിമ അദ്ദേഹത്തിൻ്റെയാണ്. 200 കോടി കടന്ന 2 സിനിമ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അങ്ങനെ ലാലേട്ടൻ ആറാടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലോഗോ വന്നിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്കിത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് എത്താം. തൽക്കാലം ബൈ.